Next, illustration 5. Following transaction took place between X and Y during the month of April 2016. Amount payable by X to Y. Okay, ഇവിടെ നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളോട് ഇതുവരെ പറഞ്ഞില്ല. നമ്മൾ അത് താഴേക്ക് പറയാം. വെയിറ്റ്. Amount payable by X to Y എന്ന് പറഞ്ഞാൽ X Y ക്ക് കൊടുക്കാനുണ്ടെന്നാണ്. Received acceptance of X. Received acceptance of X to Y for 2 months. അതായത് received acceptance of X. അതായത് Xന്റെ acceptance കിട്ടി അത് Y ക്ക് for 2 months. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പോയിന്റ് ശ്രദ്ധിക്കാം ആരെ പോയിന്റ് ഓഫ് വ്യൂല് എന്നിട്ട് അത് ബിൽസ് റിസീവബിൾ ആണോ ബിൽസ് പേയബിൾ ആണോ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഇഷ്യൂ ചെയ്യും മറ്റേ ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാനാണ് എന്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇഷ്യൂ ചെയ്തിട്ട് മറ്റേ ആക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ അത് ബിൽസ് റിസീവബിൾ. മറ്റേ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ അത് ബിൽസ് പേയബിൾ. ഓക്കെ, ഇത് ഈ ലോജിക്ക് മനസ്സിലാക്കിയാൽ മതി, ഇത്രയേ ഉള്ളൂ. പിന്നെ ബിൽസ് റിസീവബിൾ ആക്സെപ്റ്റഡ് ബൈ വൈ. ഓക്കെ, ആക്സെപ്റ്റഡ് ബൈ വൈ ഓൺ 7/2/2016. അതായത് ഇന്നലെ 7/2/2016. ഓക്കെ, 7/2 എന്ന് പറയുമ്പോൾ ഫെബ്രുവരി 7 ആണ്. ഈസ് ഹോണേർഡ് ഓൺ ദിസ് ഡ്യൂ ഡേറ്റ്. ഓൺ ദിസ് ഡ്യൂ ഡേറ്റ് 10/4 ആണ്. അന്നേരം ഹോണർ ആയി എന്നാ പറയുന്നത്. ഹോണർ ആകുമ്പോൾ ജേർണൽ എൻട്രി നിങ്ങൾ പാസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അതെന്ത് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. എക്സസ് ഓൾ ഗുഡ്സ് ടു വൈ. ഇൻവോയ്സ് ഡേറ്റ് 10/5/2016. മക്കളെ 10/5/2016 നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ഏപ്രിൽ 2016 ആണ്. അതായത് മെയ് 10 എന്ത് വരുന്നത്, ഡ്യൂ ഡേറ്റ് വരുന്നത്. ഓട്ടോമാറ്റിക് മനസ്സിലാക്കേണ്ടത് അവിടെ റെഡിങ് ഇൻട്രസ്റ്റ് വരുന്ന. ഓക്കെ, റെഡിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻട്രസ്റ്റ് വരുന്ന. പിന്നെ അതേപോലെ എക്സ് റിസീവ്ഡ് ചെക്ക് ഫ്രം വൈ ഡേറ്റഡ് 15/5/2016. അവിടെയും എന്ത് വരും, റെഡിങ് ഇൻട്രസ്റ്റ് വരും. ഓക്കെ, വൈ സോൾഡ് ഗുഡ്സ് ടു എക്സ് ഇൻവോയ്സ് ഡേറ്റഡ് 15/5/2016. ഇൻവോയ്സ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ഡേറ്റ് ആണ്. ഇൻവോയ്സ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ഡേറ്റ് ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ എഴുതി വെച്ചോ. 15/5/2016 അവിടെയും റെഡിങ് ഇൻട്രസ്റ്റ് വരും. റിട്ടേൺഡ് ഗുഡ്സ് സോൾഡ് ബൈ Y on 15/4/2016. 15/4 വിറ്റത്. ഓക്കെ, 15/4 വിറ്റത് 20/4 റിട്ടേൺ ചെയ്തു. പക്ഷെ നിങ്ങൾ 20/4 എടുക്കരുത്. എപ്പാന്ന് എടുക്കേണ്ടത്, 15/5 എടുക്കേണ്ടത്. കാരണം ഡ്യൂ ഡേറ്റ് എടുക്കേണ്ടത്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് പെർച്ചേസ് റിലേറ്റഡ് ആയിട്ട് പെർച്ചേസ് റിട്ടേൺ ഉണ്ടാവും. ആ ക്വസ്റ്റനിൽ സ്പെസിഫിക് ആയിട്ട് ഡ്യൂ ഡേറ്റ് തരുന്നുണ്ടെങ്കിൽ ഡ്യൂ ഡേറ്റ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്. ഡ്യൂ ഡേറ്റ് ഓഫ് പെർച്ചേസ് ഈസ് ടു ബി ടേക്കൺ ആസ് ഡ്യൂ ഡേറ്റ് ഓഫ് പെർച്ചേസ് റിട്ടേൺ. ഇഫ് നത്തിങ് ഈസ് ഗിവൺ റിലേറ്റഡ് ടു ഡ്യൂ ഡേറ്റ്, if nothing is given related to due date, okay, or purchase return, then transaction date of purchase return is to be taken. Okay, രണ്ടും different ആണ്. Okay, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. X return goods sold by Y on, okay, അത് വായിച്ചു. Bill accepted by Y, bill accepted by Y is dishonored on this due date. Okay, on this due date 5,000 rupees. You are required to make out an account current by product method to be rendered by X. To be rendered by to be prepared by X to Y. That X prepare ചെയ്യുന്നു Y ക്ക് വേണ്ടിയിട്ട്. അന്നേരം Y in account current with X ആണ് വരാം. As on 30/4/2016. 30/4/2016 ശേഷമുള്ള എല്ലാ ഡ്യൂ ഡേറ്റ് കേസിലും നമ്മൾ എന്ത് വരും, റെഡിങ് ഇൻട്രസ്റ്റ് വരും. Taking interest on account at 10% per annum. Assume 1 year is equal to 365 days. മക്കളെ ക്വസ്റ്റ്യൻ എൻജോയ് ചെയ്തിട്ട് ചെയ്യണം. ഒരു കാര്യം മനസ്സിലാക്കുക, ആൻസർ നോക്കിയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ വായിക്കുക, അതിനനുസരിച്ച് ചെയ്ത വായിക്കുക, ജസ്റ്റ് ചെയ്ത. നിങ്ങൾ ഞാനാണ് ഇപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചത്, നിങ്ങൾ വായിച്ചില്ല. നിങ്ങൾ മനസ്സിട്ടിട്ട് ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങും. ശ്രദ്ധിക്കും. അതായത് ഇപ്പൊ ചില ആളുടെ ഡൗട്ട് എന്താന്ന് വെച്ചാല്, എക്സ് റിട്ടേൺഡ് ഗുഡ്സ് സോൾഡ് ബൈ വൈ ഓൺ 15/4/2016. ഓക്കെ, 15/4/2016 ആണ് ഈ ഗുഡ്സ് വാങ്ങിച്ചത്. റിട്ടേൺ ചെയ്യുന്നത് 20th. ഓക്കെ, റിട്ടേൺ ചെയ്യുന്നത് 20th. ബട്ട് ആ പെർച്ചേസിന്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 15/5/2016. ഓക്കെ, ഇഫ് ഐ എം റൈറ്റ്. ഓക്കെ, 15/5/2016 ആണ് അതിന്റെ ഡ്യൂ ഡേറ്റ്. ഓക്കെ, മക്കളെ പറയുന്ന മനസ്സിലാക്കി. ഡ്യൂ ഡേറ്റ് സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ പെർച്ചേസ് റിട്ടേണിന്റെയും ഡ്യൂ ഡേറ്റ് സെയിം ആണ്. എപ്പാ ഡേറ്റ്, 15/5/16. പറയുന്ന മനസ്സിലാകുന്നില്ല. നിങ്ങൾ 20 എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 20 ട്രാൻസാക്ഷൻ ഡേറ്റ് മാത്രം. 20 എടുക്കേണ്ട ആവശ്യമില്ല. 15th April എടുക്കേണ്ട ആവശ്യമില്ല. 15th May ആണ് എടുക്കേണ്ടത്. 15th May ആണ് എന്ത്, ഡ്യൂ ഡേറ്റ്. പെർച്ചേസിന്റെ ഡ്യൂ ഡേറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ട്രീറ്റഡ് ആസ് ഡ്യൂ ഡേറ്റ് ഓഫ് പെർച്ചേസ് റിട്ടേൺ. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇഫ് ദർ ഈസ് എൻ ഒറിജിനൽ ട്രാൻസാക്ഷൻ ആൻഡ് ഇഫ് ദർ ഈസ് എൻ ആൻസിലറി ഓർ റിലേറ്റഡ് ട്രാൻസാക്ഷൻ, then due date of original transaction will be treated as due date of ancillary or related transaction. Okay, നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇല്ലസ്ട്രേഷൻ 5 ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ y in account current with x. ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റിൽ ഇൻട്രസ്റ്റിനെ കുറിച്ചെല്ലാം പറയണം.
ഞാനിപ്പോ ഇവിടെ മെൻഷൻ ചെയ്തില്ല. ഇൻട്രസ്റ്റ് ടു 30th April. ഓക്കെ, അതാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് ടു 30th April. ഓക്കെ, അറ്റ് എത്ര പെർസെൻറ്റേജ്? 10%. ഓക്കെ, അറ്റ് 10%. ഓക്കെ, ഇതാണ് നമ്മൾ അവിടെ ബ്രാക്കറ്റിൽ എഴുതേണ്ടത്. ഇതെല്ലാം മാൻഡേറ്ററി മക്കളെ, വെറുതെ ആയിരുന്നല്ല. മാർക്ക് കിട്ടണമെങ്കിൽ ഇതെല്ലാം പ്രസന്റ് ചെയ്യണം. ഇനി എമൗണ്ട് പേയബിൾ ബൈ എക്സ് ടു വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈക്ക് കൊടുക്കാനുണ്ട്. അതായത് വൈ എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്ററാണ്. ദാറ്റ്സ് വൈ 1/4/2000 ഫസ്റ്റ് ആപ്പിളിന്റെ ട്രാൻസാക്ഷൻ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 10,000 rupees. ഡ്യൂ ഡേറ്റ് ഇല്ല. ഓക്കെ, ഡ്യൂ ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞു. 30 days ആണ് നമ്പർ വരിക. നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആ ഫസ്റ്റ് ആപ്പിൾ ടു 30th April, അതായത് 30 ദിവസം എടുക്കണം. ഇവിടെ എന്ത് ചെയ്യണ്ട? ഓപ്പണിംഗ് ഡേറ്റ് കൊടുക്കണം, അതേപോലെ ക്ലോസിംഗ് ഡേറ്റ് കൊടുക്കണം. ഓപ്പണിംഗ് ഡേറ്റും എടുക്കണം, അക്കൗണ്ട് കറന്റ് ഡേറ്റും എടുക്കണം. അതിലൊന്നും ഒരു മാറ്റമില്ല മക്കളെ. നിങ്ങൾക്ക് ടോട്ടൽ കിട്ടും 3 lakhs. ഓക്കെ, 3 lakhs കിട്ടും. റിസീവ്ഡ് ആക്സെപ്റ്റൻസ് ഓഫ് എക്സ് ടു വൈ ഫോർ 2 months. ഓക്കെ, അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ മക്കളെ മനസ്സിലാക്കേണ്ടത്, റിസീവ്ഡ് ആക്സെപ്റ്റൻസ് ഓഫ് എക്സ്, എക്സ് ആക്സെപ്റ്റ് ചെയ്ത്, ഞാനാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, വൈ ആയിട്ട് വന്നിട്ട് അയച്ചിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക് മനസ്സിലാക്കേണ്ടത് ഇതൊരു ബിൽസ് പേയബിൾ ആണ്. ഞാൻ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ എക്സിന് കൊടുക്കാനുണ്ട്. ശരിയല്ലേ? ഓൾറെഡി ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ ഉണ്ട്. ഓക്കെ, കൊടുക്കാനുണ്ട്. എന്നാൽ എന്റെ ക്രെഡിറ്റേഴ്സ് കുറയും, ബില്ല് കൂടും. ജേർണലി ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു എക്സ്, സോറി ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു വൈ, ബിൽസ് സോറി വൈ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബിൽസ് പേയബിൾ. വൈ എന്ന് പറയുന്ന ക്രെഡിറ്റർ കുറയുന്നത്, ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ഒരു ന്യൂ ഐറ്റം കൂടുന്നു. ഓക്കെ, ആ ജേർണൽ എൻട്രി 7th April ജേർണൽ എൻട്രി ടു ബിൽസ് പേയബിൾ. ഓക്കെ, അതിന്റെ ഡ്യൂ ഡേറ്റ് നോക്കുമ്പോൾ 2 മാസം കഴിഞ്ഞാലാണ്. അതായത് 7th April 7th May, June 7, June 10, 3 days ഓഫ് ഡേയ്സ് ആഡ് ചെയ്യണം. അതായത് June 10 നമ്മൾ എന്ത് ഡ്യൂ ഡേറ്റ്, എമൗണ്ട് എത്ര? 5,000. June 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് കറന്റ് പ്രിപ്പറേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കഴിയുന്ന ഡേറ്റ് ആണ്. ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നത് റെഡിങ് ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? 7th April. ഓക്കെ, ബൈ റെഡിങ് പ്രൊഡക്റ്റ്. ബൈ റെഡിങ് പ്രൊഡക്റ്റ് എന്ന് എഴുതേണ്ടത് ഇൻട്രസ്റ്റ് അല്ല, കാരണം ഇത് പ്രൊഡക്റ്റ് മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ആസ് പെർ കോൺട്രാ. ഓക്കെ, ഡ്യൂ ഡേറ്റ് എത്ര ചെയ്തിട്ടുണ്ട്? 10/6. ഓക്കെ, 10th June ആണ് എന്ത് ഡ്യൂ ഡേറ്റ്. നിങ്ങൾ ഡേയ്സ് കൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക എല്ലാവരും. ഏപ്രിൽ 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയ് 31. ഓക്കെ, മെയ് 31. അതേപോലെ 10th June എന്ന് പറയുമ്പോൾ 10 ദിവസം, അതും ആഡ് ചെയ്യും. ഇവിടെ എക്സ്ക്ലൂഡിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒന്നുമില്ല. ഫുൾ നമ്പേഴ്സ് ആഡ് ചെയ്യണം. ഫുൾ നമ്പേഴ്സ് ആഡ് ചെയ്യണം. ഓക്കെ, അതായത് 41 days ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? 41 into 5,000. 5,000 എവിടുന്ന കിട്ടുന്നത്? ഈ ട്രാൻസാക്ഷൻ. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഈ ട്രാൻസാക്ഷൻ എന്ത് കിട്ടുന്നത്? ആ 5,000 കിട്ടുന്നത്. ഓക്കെ, പിന്നെ അതായത് നമ്മൾ എന്ത് ചെയ്ത് 2,05,000 കാണിച്ചു. ഓക്കെ, പിന്നെ അത് ചെയ്തതിന് ശേഷം ഓക്കെ, ആ ട്രാൻസാക്ഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ കഴിഞ്ഞ് കാര്യം മനസ്സിലാക്കുക. റെഡിങ് ഇൻട്രസ്റ്റ് ഉള്ള കേസിൽ പോസ്റ്റ് ചെയ്ത തന്നെ ഓപ്പോസിറ്റ് പോസ്റ്റ് ചെയ്യണം. പിന്നെ ചെയ്യാന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ അത് മറന്നു തെറ്റും. 10th April ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ബിൽസ് റിസീവബിൾ ആക്സെപ്റ്റഡ് ബൈ വൈ. ഓക്കെ, ഓൺ ആക്സെപ്റ്റഡ് ബൈ വൈ ഓൺ 7/2/2016. ഫെബ്രുവരിയിൽ ആക്സെപ്റ്റ് ചെയ്തത് ഈസ് ഹോണർഡ് ഓൺ ദിസ് ഡ്യൂ ഡേറ്റ്. ഹോണർ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഓക്കെ, ആക്സെപ്റ്റഡ് ബൈ വൈ എന്ന് പറയുമ്പോൾ ഞാൻ കൊടുത്തു, വൈ ആക്സെപ്റ്റ് ചെയ്തു, അത് ഓട്ടോമാറ്റിക്കലി ബിൽസ് റിസീവബിൾ ആണ്. ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഹോണർ ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബിൽസ് റിസീവബിൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ട്രാൻസാക്ഷൻ എവിടെ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അക്കൗണ്ട് കറന്റിൽ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഡെബിറ്റ് സൈഡിലോ ക്രെഡിറ്റ് സൈഡിലോ ഡെപ്റ്റേഴ്സ് വന്നിട്ടില്ല, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് വന്നിട്ടില്ല. അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇന്നലെ ക്ലാസ് എടുത്തു, ഇന്ന് അത് വന്നു. ഇന്നും ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് പറയാൻ വെച്ചാൽ അത് മോശം. നിങ്ങൾ കുറച്ച് നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് യൂസ് ചെയ്യണം. പിന്നെ 10th ട്രാൻസാക്ഷൻ. നെക്സ്റ്റ് 10th ട്രാൻസാക്ഷൻ എന്താ? എക്സ് സോൾഡ് ഗുഡ്സ് ടു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ്. ഓക്കെ, 10th April വൈ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ്. അതിൻ്റെത് ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 10th May ആണ്. 10th May എന്ന് പറഞ്ഞാൽ അതും ഡ്യൂ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ്. 50,000 ആണ് എമൗണ്ട് വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പം തന്നെ എന്ത് ചെയ്യുക? 10th April ട്രാൻസാക്ഷൻ ബൈ റെഡിങ് ഇൻട്രസ്റ്റ്. ഓക്കെ, റെഡിങ് ഇൻട്രസ്റ്റിന് തൽക്കാലം ഞാൻ RIP എഴുതുന്നുണ്ട്, വേറൊന്നും വിചാരിക്കരുത്. ഓക്കെ, സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതണം. റെഡിങ് പ്രോഡക്റ്റ് ആസ് പെർ കോൺട്രാ 15,000 into. ഓക്കെ, 10th May ആണ് ഡ്യൂ ഡേറ്റ്. 10th May ആണ് ഡ്യൂ ഡേറ്റ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? 10 days into 10, that is equal to 1,50,000. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് ചെയ്തത്? ട്രാൻസാക്ഷൻ ചെയ്തത്. ഇനി അടുത്തത് എക്സ് റിസീവ് ചെക്ക് ഫ്രം വൈ. എക്സ് റിസീവ്ഡ് ചെക്ക് ഫ്രം വൈ എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു വൈ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു വൈ എന്ന് പറയുമ്പോൾ 12th ട്രാൻസാക്ഷൻ. ഓക്കെ, 12th ബൈ ബാങ്ക്.
ഏതാ ഡേറ്റ്? അതും ഡേറ്റ് ചെയ്ത ചെക്ക് എപ്പാന്ന്? 15/5/2016. 15/5/2016 ആ ചെക്ക് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് മനസ്സിലാക്കേണ്ട കാര്യം, ബാങ്ക് അക്കൗണ്ട് ബാങ്ക് ചെക്ക് കിട്ടിയിട്ട് നമ്മളെ ബിസിനസ് ഓർഗനൈസേഷൻ അത് എടുത്തു. ബട്ട് സ്റ്റിൽ അവിടെയും എന്താ വരും? റണ്ണിങ് ഇൻട്രസ്റ്റ് ആണ്. ബിക്കോസ് 15th May എന്ന് പറയുന്നത് ആഫ്റ്റർ 30th April ആണ്. 7,500 rupees ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഡെബിറ്റ് സൈഡിൽ 12th April ട്രാൻസാക്ഷൻ ടു റെഡിങ് പ്രോഡക്റ്റ് ആസ് പെർ കോൺട്രാക്ട് 7,500 into 15. കാരണം 15th May എന്ന് പറയുമ്പോൾ 1st to 15th 15 days ആണ്. ഓക്കെ, ഓട്ടോമാറ്റിക് നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 15 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 1,12,500 ആണ് എമൗണ്ട്. ദാറ്റ് ഈസ് 7,500 into 15. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ 15th ഓക്കെ, 15th എന്ന് പറയുമ്പോൾ വൈ സോൾഡ് ഗുഡ്സ് ടു എക്സ്. വൈ സോൾഡ് ഗുഡ്സ് ടു എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്യാൻ, വൈ എന്ന് പറയുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാൻ, ഞാൻ എക്സ് ആണെങ്കിൽ എനിക്ക് ബുക്ക് ചെയ്യാൻ, അതായത് പേർച്ചേസ് ആണ്. ഓക്കെ, ജേർണൽ എൻട്രി പേർച്ചേസ് അക്കൗണ്ട് അപ്പ് ടു വൈ നമ്മൾ എന്ത് ചെയ്യുക? 15th April ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യാം. 15th April ട്രാൻസാക്ഷൻ 15th May ആണത് ഡ്യൂ ഡേറ്റ്. അവിടെയും റെഡിങ് ഇൻട്രസ്റ്റ് വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് സൈഡ് പോസ്റ്റ് ചെയ്യുക. റെഡിങ് ഇൻട്രസ്റ്റ് ആസ് പെർ കോൺട്രാക്ട് 15th May ആണ് ഡ്യൂ ഡേറ്റ്. സോ 15 days, that is 6,000 into 15, 90,000 rupees. ഓക്കെ, അപ്പം പോസ്റ്റ് ചെയ്യാം. അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? ലാസ്റ്റ് എല്ലാ റെഡിങ് ഇൻട്രസ്റ്റ് ഒന്നിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കൂല, തെറ്റും, മറന്നു. ഓക്കെ, പിന്നെ ടൈമും കുറെ എടുക്കും. 15th ഓക്കെ. 20th ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ എക്സ് റിട്ടേൺ ഗുഡ്സ് സോൾഡ് ബൈ വൈ ഓൺ 15th April 2016. പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസ് റിട്ടേണിന്റെ ജേർണൽ എൻട്രി വൈ അക്കൗണ്ട് അപ്പ് ടു പർച്ചേസ് റിട്ടേൺ. 20th April ട്രാൻസാക്ഷൻ പർച്ചേസ് റിട്ടേൺ. ഓക്കെ, ബട്ട് ട്രാൻസാക്ഷൻ ഡേറ്റ് 20th കൊടുത്തു. പക്ഷെ ഡ്യൂ ഡേറ്റ് കൊടുക്കേണ്ടത് 15th April അല്ല മക്കളെ. 15th April ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 15th May ആണ്. അവിടെയും റെഡിങ് ഇൻട്രസ്റ്റ് വരും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? 20th April ട്രാൻസാക്ഷൻ റെഡിങ് ഇൻട്രസ്റ്റ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യാം. 15,000 rupees വരും. പറയുന്നത് മനസ്സിലാകുന്ന മക്കളെ? ഇതുവരെ ഓക്കെ ആണോ? നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ട്രാൻസാക്ഷൻ, ബിൽ ആക്സെപ്റ്റഡ് ബൈ വൈ ഈസ് ഡിസോണർഡ് ഓൺ ദിസ് ഡ്യൂ ഡേറ്റ്. ബിൽ ആക്സെപ്റ്റഡ് ബൈ വൈ എന്ന് പറയുമ്പോൾ വൈ ബിൽ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഞാനാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി അത് ബിൽസ് റിസീവബിൾ ആണ്. ബിൽസ് റിസീവബിൾ ഡിസോണർ ചെയ്യുമ്പോൾ ബിൽസ് പേയബിളും ഡിസോണർ ആവും മക്കളെ. ബിൽസ് പേയബിൾ ഡിസോണർ ആവുക, ബിൽസ് റിസീവബിളും ഡിസോണർ ആവുക. ഇവിടെ ബിൽസ് റിസീവബിൾ ആണ് ഡിസോണർ ആവുന്നത്. ജേർണൽ എൻട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അപ്പ് ടു ബിൽസ് റിസീവബിൾ. ഡെപ്റ്റർ എന്ന് പറയുന്നത് വൈ ആണ്. വൈ അക്കൗണ്ട് അപ്പ് ടു ബിൽസ് റിസീവബിൾ. 20th April അത് തന്നെയാണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നുണ്ട്. 20th April 5,000 rupees. 10 days. 20th April മുതൽ 30th April വരെ 21, 22, 23, 24, 25. പിന്നെ അടുത്ത 5 days എന്ന് പറയുമ്പോൾ 10 days. ഓക്കെ, 50,000 rupees കിട്ടും. നമ്മളിപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? പോസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, സ്റ്റിൽ ഞാൻ കുറച്ചും കൂടി സ്പേസ് കൂടുതൽ വിട്ടിട്ടുണ്ട്. അതിൽ 2 കോളം നമ്മൾ ബാലൻസ് ചെയ്യും. ടോട്ടൽ കോളം, പ്രോഡക്റ്റ് കോളം, സോറി എമൗണ്ട് കോളം, പ്രൊഡക്റ്റ് കോളം, അതായത് ലാസ്റ്റ് കോളം അതിൻ്റെ എണ്ണം. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ ടോട്ടൽ ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് കോളാണ്. ഇൻട്രസ്റ്റ് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ പ്രൊഡക്റ്റ് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 6,70,000. ഓക്കെ, 6,70,000. ഓക്കെ, 6,70,000 ആണ് ടോട്ടൽ കിട്ടുന്നത്. അത് ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ. ഓക്കെ, ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ 30th April നമ്മൾ എന്ത് ചെയ്യാം? ടു ബാലൻസ് ഓഫ് പ്രോഡക്റ്റ്. 30th April ടു ബാലൻസ് ഓഫ് പ്രോഡക്റ്റ്. ഓക്കെ, ടു ബാലൻസ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ട് കാണിക്കേണ്ടത്? ടു ബാലൻസ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ടത് 4,70,500. 4,70,500. ഓക്കെ, ബാലൻസ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാം. അതായത് ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവുക. നിങ്ങൾ ഇൻട്രസ്റ്റ് ക്ലോസ് ചെയ്യണമെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് അക്കൗണ്ട് അപ്പ് ടു വൈ. ഇൻട്രസ്റ്റ് അക്കൗണ്ട് അപ്പ് ടു വൈ എന്ന് പറയുമ്പോൾ 30th April നിങ്ങൾ എന്ത് ചെയ്യണം? ബൈ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് എമൗണ്ട് കണ്ടുപിടിക്കണം. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 4,70,500 ഇൻറ്റു എത്ര പെർസെൻറ്റേജാ? 10%. ഓക്കെ, 10% ഇൻറ്റു 1/365. that is equal to 4,70,500 into 10% divided by 365. That is equal to 114.38. Okay, 14.38 നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക.
ഓക്കെ, അതിനുശേഷം ആദ്യം ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡാണ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുക. ഡെബിറ്റ് സൈഡ് എത്ര എമൗണ്ട്? 26,000. ഓക്കെ, 26,000 ബാലൻസ് ചെയ്യുമ്പോൾ ഓക്കെ 30th April ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ എന്നിട്ട് നമുക്ക് എമൗണ്ട് കിട്ടുന്നത് ഓക്കെ 2385.62. ഓക്കെ 2385.62 ആണ് ബാലൻസ് കിട്ടുന്നത്. ഓക്കെ ആണോ മക്കളെ? ഞാൻ ചെയ്യുന്നത് ശരിയാണോ മക്കളെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട്, അതായത് പ്രൊഡക്റ്റ് മെത്തേഡിൽ നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് രണ്ട് മെത്തേഡ്. ഒന്ന് ഫോർവേഡ് മെത്തേഡ് എന്ന് നമ്മൾ സാധാരണ ചെയ്യുന്നത്, അതായത് ഡ്യൂ ഡേറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, ബാക്കി ഡേറ്റ് എടുക്കാം. ഡ്യൂ ഡേറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, ബാക്കി ഡേറ്റ് എടുക്കാം. ഓക്കെ, ഡ്യൂ ഡേറ്റ് എടുക്കാണ്ട് ബാക്കിയുള്ള ഡേറ്റ് എടുക്കാം. പക്ഷേ അതേപോലെ എന്തെങ്കിലും ക്ലോസിംഗ് അക്കൗണ്ട് കറന്റ് പ്രിപ്പറേഷൻ ഡേറ്റ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇതാണ് എന്ത് ഫോർവേഡ് മെത്തേഡ്. ഇപ്പോക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ഡേറ്റ് മുതൽ ഇൻട്രസ്റ്റ് ഡ്യൂ ഡേറ്റ് വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്പണിംഗ് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ? ഡ്യൂ ഡേറ്റ് വരെ. ഓപ്പണിംഗ് ഡേറ്റ് മുതൽ ഡ്യൂ ഡേറ്റ് വരെ. പറയുന്നത് മനസ്സിലാകുന്നില്ല? അതായത് ഓപ്പണിംഗ് ഡേറ്റ് മുതൽ ഡ്യൂ ഡേറ്റ് വരെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോക് മെത്തേഡ് സാധാരണ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഡ്യൂ ഡേറ്റ് മുതൽ അക്കൗണ്ട് കറന്റ് പ്രിപ്പറേഷൻ ഡേറ്റ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് ഇതാണ് നമ്പർ ഓഫ് ഡേയ്സ്. അതിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യും, ഡ്യൂ ഡേറ്റിന്റെ ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്യൂല എന്ന് പറയും. വിൽ നോട്ട് ഇൻക്ലൂഡ്. ഓക്കെ, ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് പഠിക്കണ്ട. എക്സാമ്പിൾ വരുമ്പോൾ എക്സാമ്പിൾ ഇല്ലാണ്ട് നമുക്ക് എന്ത് കൺസെപ്റ്റ് ഒന്നിന് എക്സാമ്പിൾ ഞാൻ ചെയ്യും, നിങ്ങൾ പ്രോബ്ലം ചെയ്യും. ഇതെല്ലാം നമ്മുടെ മെത്തേഡ്. ഓക്കെ, അതായത് ഡ്യൂ ഡേറ്റ് മുതൽ അക്കൗണ്ട് കറന്റ് പ്രിപ്പറേഷൻ ഡേറ്റ് വരെ എന്ത് നമ്മൾ ഫോർവേഡ് മെത്തേഡ് നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോക് മെത്തേഡ് ആണെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് ഡേറ്റിനാണോ നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നത് ആ ഡേറ്റ് മുതൽ ഡ്യൂ ഡേറ്റ് വരെ. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോക് മെത്തേഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കും. 1st January 2016 opening balance. Okay, opening balance 10,000. Okay, 15th January 2016 goods sold. Okay, 5,000. Okay, 25th January 2016 cash received 8,000. Okay, interest at 12%. Okay, interest at 12%. Prepare account current on 30th June 2016. 30th June 2016. Okay, 30th June 2016. Okay, ഓക്കെ ഫൈൻ. ഇതാണ് നമ്മുടെ ഒരു ഫോർമാറ്റ്. സാധാ ഫോർമാറ്റ് തന്നെ, ഫോർമാറ്റിലൊന്നും ഒരു മാറ്റൂല. ഡേറ്റ് പെർട്ടിക്കുലേഴ്സ്, ഡ്യൂ ഡേറ്റ്, എമൗണ്ട്, നമ്പർ ഓഫ് ഡേയ്സ്, പ്രൊഡക്റ്റ്. ഡേറ്റ് പെർട്ടിക്കുലേഴ്സ്, ഡ്യൂ ഡേറ്റ്, എമൗണ്ട്, പ്രൊഡക്റ്റ്. എമൗണ്ട്, നമ്പർ ഓഫ് ഡേയ്സ്, പ്രൊഡക്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രാൻസാക്ഷൻസ്. ഒരു 3 എണ്ണം വെച്ചിട്ട് ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യാനുള്ള പ്ലാൻ.
ഓക്കെ, 3 എണ്ണം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ചെയ്യാനുള്ള പ്ലാൻ. ഓക്കെ, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഡെബിറ്റ് ബാലൻസ് ആണെന്ന് വിചാരിച്ചോ. 1st January, ഓക്കെ, 1st January 2016 ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഓക്കെ മക്കളെ, ഇവിടെ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞ സംഭവമില്ല ഓപ്പണിംഗ് ബാലൻസ്, അതുകൊണ്ട് തന്നെ ഡ്യൂ ഡേറ്റ് വേണ്ട. ഓക്കെ, ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ വേണ്ട. അതുകൊണ്ട് തന്നെ എമൗണ്ട് എത്ര വരുന്നത് 10,000 റുപ്പീസ്. 10,000 റുപ്പീസ്. നമ്പർ ഓഫ് ഡേയ്സും 0. ഓപ്പണിംഗ് ഡേറ്റ് മുതൽ ഡ്യൂ ഡേറ്റ് ഇല്ല, ഡ്യൂ ഡേറ്റ് അത് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ബാലൻസിന്റെ കേസിൽ എന്തുണ്ടാവില്ല, ഡ്യൂ ഡേറ്റ് ഉണ്ടാവില്ല. എന്തുണ്ടാവില്ല, നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ടാവില്ല. എന്നാൽ പ്രൊഡക്റ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. സർ എന്താ പറയുന്നത് മക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മളെ ഡ്യൂ ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും സെയിം ആയിക്കുന്ന ഫോർവേഡ് മെത്തേഡിൽ 0 അല്ലേ നമ്പർ ഓഫ് ഡേയ്സ്, അതേപോലെ കാരണം ഡ്യൂ ഡേറ്റ് ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും, കഴിഞ്ഞ പോലെ കഴിഞ്ഞിട്ടുണ്ടാവും. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ ബാലൻസ് ആണ്. ജനറലി അതിന്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും. നിർബന്ധമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ജനറലി എന്താന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കൊല്ലം ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാല് പിന്നെന്താ പ്രശ്നം വന്നിന്, അതായത് ഓപ്പണിംഗ് ഡേറ്റ് മുതൽ ഡ്യൂ ഡേറ്റ് വരെ ഒരു ഇതുമില്ല, ട്രാൻസാക്ഷനും ഇല്ല. പറയുന്ന മനസ്സിലാവില്ല, അതായത് നമ്പർ ഓഫ് ഡേയ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് 0 ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് പ്രൊഡക്റ്റ് 0 ഓട്ടോമാറ്റിക്. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തെ ട്രാൻസാക്ഷന്റെ ബാക്കിയാണ്. ജനറലി കഴിഞ്ഞ കൊല്ലത്തെ ട്രാൻസാക്ഷന്റെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ കൊല്ലം തന്നെ നടന്നിട്ടുണ്ടാവില്ലേ, 90% അല്ലെങ്കിൽ 99%. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുന്നത്, ഓപ്പണിംഗ് ഡേറ്റ് മുതൽ ഡ്യൂ ഡേറ്റ് വരെയുള്ളതാണ് നമ്മളെ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമില്ല. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ. അതുകൊണ്ട് ഓപ്പണിംഗ് ഡേറ്റിന് എന്തില്ല, നമ്മളൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ രണ്ടാമത്തേതാണ് 15/1 ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ എന്താ ജേർണൽ എൻട്രി, അതായത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ടു സെയിൽസ്. ഇത് എന്താ, ഗുഡ്സ് സെയിൽ ചെയ്യുന്ന നമ്മളാ സെയിൽ ചെയ്യുന്നത് വിചാരിച്ചാൽ മതി. വൈ ഇൻ അക്കൗണ്ട് കറന്റ് വിത്ത് എക്സ്. ഓക്കെ, പിന്നെ എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് 15/1 ടു സെയിൽസ്. ഓക്കെ, എപ്പോ ഡ്യൂ ഡേറ്റ് ഒന്നും പറയുന്നില്ല, ഈ 15/1 തന്നെയാണ്. ഓക്കെ, എത്ര എമൗണ്ട് 5,000 റുപ്പീസ്. എത്ര എമൗണ്ട് 5,000 റുപ്പീസ്. മക്കളെ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 1 മുതലാണ് എടുക്കേണ്ടത്. ഏത് ഡേറ്റ് വരെ, ഡ്യൂ ഡേറ്റ് വരെ. അതായത് 15 ദിവസം. 1 കൺസിഡർ ചെയ്യണം. ഓപ്പണിംഗ് ഡേറ്റ് എടുക്കണം മക്കളെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 കൺസിഡർ ചെയ്യണം. ആ 15 കൺസിഡർ ചെയ്യണം. അതേപോലെ ഓപ്പണിംഗ് ഡേറ്റും കൺസിഡർ ചെയ്യണം. ഡ്യൂ ഡേറ്റും കൺസിഡർ ചെയ്യണം. ഓപ്പണിംഗ് ഡേറ്റും കൺസിഡർ ചെയ്യണം, ഡ്യൂ ഡേറ്റും കൺസിഡർ ചെയ്യണം. ഇപ്പോക് മെത്തേഡിലെ പ്രത്യേകത അതാണ്. ഇപ്പോക് മെത്തേഡിൽ രണ്ടും കൺസിഡർ ചെയ്യണം. ഓപ്പണിംഗ് ഡേറ്റും കൺസിഡർ ചെയ്യണം, അതേപോലെ ഡ്യൂ ഡേറ്റും കൺസിഡർ ചെയ്യണം. സോ 15 ഡേയ്സ് 5,000 into 15 എന്ന് പറയുന്നത് എത്രയാണ്, 75,000. എത്രയാണ്, 75,000. അതിനുശേഷം നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 25/1 എന്താണ് ജേർണൽ എൻട്രി, ബൈ ക്യാഷ്. ഓക്കെ, ബൈ ക്യാഷ്. ഡ്യൂ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഒന്നും പറയുന്നില്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഡേറ്റ് ആണ് 25/1. അവിടെ എമൗണ്ട് എന്ന് വെച്ചാൽ 8,000 റുപ്പീസ് ആണ്. ഓക്കെ, അവിടെ നമ്പർ ഓഫ് ഡേയ്സ് എത്ര വരാം, 1 മുതൽ 25 വരെ. എത്ര ഡേയ്സ് വരും എന്നല്ലോ, 25. ഓക്കെ, നമ്പർ ഓഫ് ഡേയ്സ് എത്ര വരും, 25 വരും. 8,000 into 25 എന്ന് പറയുന്നത് 2 lakh rupees. 2 lakh rupees. ഓക്കെ, 2 lakh rupees. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? ഇനി ശ്രദ്ധിക്ക്. കഴിഞ്ഞിട്ടില്ല. ഓക്കെ, കഴിഞ്ഞില്ല, ശ്രദ്ധിക്ക്. അതായത് ഇത്ര മാത്രം ചെയ്ത് കഴിഞ്ഞാൽ കഴിയൂല. 3 ട്രാൻസാക്ഷൻ ഉണ്ട്, അത് 3 റെക്കോർഡ് ചെയ്ത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ക്യാരി ഡൗണിന്റെ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ക്യാരി ഡൗൺ ഓപ്പണിംഗ് ഡേറ്റ് മുതൽ ഡ്യൂ ഡേറ്റ് വരെ എത്രയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഡെബിറ്റ് സൈഡിലുള്ളത് 13,000 ആണ് ടോട്ടൽ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ മക്കളെ.
ഓക്കെ, ഡെബിറ്റ് സൈഡിൽ 13,000 ആണുള്ളത്. ഓക്കെ, ഡെബിറ്റ് സൈഡിൽ എത്രയുള്ളത്? 13,000. നിങ്ങൾ ടോട്ടൽ ചെയ്യല്ല, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. ഡെബിറ്റ് സൈഡ് 15,000 ആണുള്ളത്. എത്രയുള്ളത്? 15,000. 10,000 പ്ലസ് 5,000, 15,000 മൈനസ് ക്രെഡിറ്റ് സൈഡിലുള്ള 8,000 മൈനസ് ചെയ്യാം. നിങ്ങൾക്ക് ബാലൻസ് എത്ര കിട്ടും? 8,000 കിട്ടും. എത്ര കിട്ടും? 7,000 കിട്ടും. സോറി, എത്ര കിട്ടും? 7,000 കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഓക്കെ, ഏതാ ഡേറ്റ് വരും? നമ്മൾ 30th ജാനുവരി 30th ജാനുവരി ശ്രദ്ധിക്കണം എല്ലാവരും. 30th ജാനുവരിക്ക്, ഓക്കെ, 30th ജാനുവരിക്ക്, ഓക്കെ, ബൈ ബാലൻസ് ഓഫ് പ്രോഡക്റ്റ് നോട്ട് എഴുതണം. ബൈ ബാലൻസ് ഓഫ് പ്രോഡക്റ്റ് നോട്ട് എത്ര എഴുതണ്ടേന്ന് വെച്ചാൽ 15,000 8,000 മൈനസ് ചെയ്ത 7,000. ഓക്കെ, 7,000 ഇൻറ്റു ഓക്കെ, ബാലൻസ് ബ്രോട്ട് ഡൗണിന്റെ ഡ്യൂ ഡേറ്റ് അപ്പൊ ആയിരിക്കും ഓട്ടോമാറ്റിക്കലി. ബാലൻസ് ബ്രോട്ട് ഡൗണിന്റെ ഡ്യൂ ഡേറ്റ് ആ ഡേറ്റ് ആണ്. അപ്പോ 30th ജാനുവരി. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടത് 1st ജാനുവരി മുതൽ 30th ജാനുവരി വരെ. 1st ജാനുവരി മുതൽ 30th ജാനുവരി. അതായത് മക്കളെ മനസ്സിലാക്കേണ്ട കാര്യം, ബാലൻസ് ക്യാരി ഡൗൺ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഒരു മാസം മൊത്തമായിട്ടുണ്ട്. ഏത് ഡേറ്റ് മുതൽ? ഓപ്പണിംഗ് ഡേറ്റ് മുതൽ ഡ്യൂ ഡേറ്റ് വരെ. ഇവിടെ ഡ്യൂ ഡേറ്റ് എന്തായിട്ട് എടുക്കേണ്ടത്? 31 ആയിട്ട് തന്നെ എടുക്കേണ്ടത്. കാരണം ബാലൻസ് അതുവരെ പേ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? 31 വരെ കൺസിഡർ ചെയ്യണം. അങ്ങനെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ഓപ്പണിംഗ് നമ്മൾ എന്ത് എടുക്കരുത്? ഇൻട്രസ്റ്റ് എടുക്കാത്തത്. ഓക്കെ, 7,000 ഇൻറ്റു 30 എടുക്കണം. 7,000 ഇൻറ്റു 30 എടുക്കണം. 7,000 ഇൻറ്റു 30 എന്ന് പറയുന്നത് 2,10,000 വരും. എത്ര വരും? 2,10,000. ഓക്കെ, ഇത് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ബാലൻസ് ചെയ്യാൻ പറ്റും. ബാലൻസ് ചെയ്യുക, പിന്നെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ബാലൻസ് ചെയ്യുക, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോ മെത്തേഡിൽ 2 ബാലൻസ് ഓഫ് പ്രൊഡക്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ നോക്കിയാട്ടെ, നിങ്ങൾ നോക്ക്. ഇപ്പൊ നിങ്ങൾ നിങ്ങൾ ചെയ്യാം. സാധാ ഏതാണ് ഫസ്റ്റ് നമ്മൾ ബാലൻസ് ചെയ്യല്? നമ്മൾ സാധാരണ ബാലൻസ് ചെയ്യല് ഇൻട്രസ്റ്റ് കോളം അല്ലേ? ഓക്കെ, ഇൻട്രസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് കോളം. ഓക്കെ, പ്രൊഡക്റ്റ് കോളം. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൊഡക്റ്റ് കോളം ബാലൻസ് ചെയ്യുമ്പോൾ 4,10,000 ക്രെഡിറ്റ് സൈഡിൽ കിട്ടും. ഡെബിറ്റ് സൈഡിൽ 75,000. അതായത് റിമൈൻഡർ എന്ന് പറയുന്നത് എത്ര വരും? 30 ജൂണിന് തന്നെ ടു ബാലൻസ് ഓഫ് പ്രോഡക്റ്റ് എത്ര എമൗണ്ട് വരുന്നത്? മൈനസ് 75,000 ചെയ്ത് കഴിഞ്ഞാൽ 4,10,000 മൈനസ് 75,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 3,35,000. ഓക്കെ, 3,35,000. ഇനി ഈ 3,35,000 മേലെയാണ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. 3,35,000 മേലെയാണ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? ഒന്നുകൂടി ഞാൻ പറയുന്നത്, ഇപ്പോ മെത്തേഡിൽ ഓപ്പണിംഗ് ബാലൻസ് എടുക്കണം. ഓപ്പണിംഗ് ബാലൻസ് എടുക്കുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ടു ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. കാരണം ഡ്യൂ ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്പണിംഗ് ബാലൻസിന് മേലെ നമ്പർ ഓഫ് ഡേയ്സും ഉണ്ടാവില്ല, പ്രൊഡക്റ്റും ഉണ്ടാവില്ല. പിന്നെ ട്രാൻസാക്ഷൻസ് സാധാരണ രീതിയിൽ റെക്കോർഡ് ചെയ്യാം. ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻസ് നമ്മൾ ഓപ്പണിംഗ് ഡേറ്റ് മുതൽ നമ്മൾ ഡ്യൂ ഡേറ്റ് വരെയാണ് നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് അതിൽ ഓപ്പണിംഗ് ഡേറ്റും എടുക്കും, അതേപോലെ ഡ്യൂ ഡേറ്റും എടുക്കും. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മൾ സാധാരണ ബാക്കി പ്രൊഡക്റ്റ് ചെയ്യുന്ന പോലെ ചെയ്യാം. എല്ലാ ട്രാൻസാക്ഷൻസും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എമൗണ്ട് കോളം ബാലൻസ് ചെയ്യാം. നിങ്ങൾ എമൗണ്ട് കോളം ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ 15,000 ക്രെഡിറ്റ് സൈഡിൽ 8,000 ആണുള്ളത്. ഓക്കെ, നിങ്ങൾ അതായത് ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവും. അതായത് നിങ്ങൾക്ക് എന്തുണ്ട്? ഒരു ബാലൻസ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ട്. ഓക്കെ, അവിടെ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ബാലൻസിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. സാധാരണ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്കെ, നിങ്ങൾ ബാലൻസ് കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? ബാലൻസിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? വെയിറ്റ് ചെയ്യ്, പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അതായത് വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇറ്റ്സ് ബെറ്റർ. ഓക്കെ, നമ്മളിപ്പോ കൺസെപ്റ്റ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ബൈ ബാലൻസ്. ഓക്കെ, ബൈ ബാലൻസ് എന്ന് എഴുതാ. ബാലൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ബാലൻസ് എന്ന് പറയുമ്പോൾ 7,000 ആണ്. അത് എത്ര ദിവസത്തേക്ക് ഔട്ട്സ്റ്റാൻഡിങ്? ഓപ്പണിംഗ് ഡേറ്റ് മുതൽ നമ്മുടെ ഇയർ എൻഡ് വരെ 30 ഡേയ്സ്. എത്രയാണ്? 30 ഡേയ്സ്. നിങ്ങൾ 7,000 into 30 എന്ന് പറഞ്ഞിട്ട് ബൈ ബാലൻസ് എന്ന് എഴുതിയിട്ടാണ് നിങ്ങൾ ഇത് കണ്ടുപിടിക്കേണ്ടത്. എത്ര എമൗണ്ട് കിട്ടും? 2,10,000 കിട്ടും. അത് കിട്ടിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? സാധാ ബാലൻസിങ് ചെയ്യാം. ഇവിടെ 4,10,000 കിട്ടും.
ഓക്കെ, ഇവിടെയും 4,10,000 കിട്ടും. നിങ്ങളുടെ ബൈ ബാലൻസ് ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് രണ്ട് ബാലൻസ് ഓഫ് പ്രൊഡക്റ്റ് ഒന്നും ഇല്ല, ഒരു ബാലൻസ് ഓഫ് പ്രൊഡക്റ്റ് ഉള്ളൂ. മതി ഇങ്ങനെ മതി. ആൻസർ എക്സാം മാർക്ക് കിട്ടും പേടിക്കണ്ട. ബൈ ടു ബാലൻസ് ഓഫ് പ്രൊഡക്റ്റ് എന്നുണ്ട് 3,35,000 കണ്ടുപിടിക്കുക. 3,35,000 കിട്ടി. ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 3,35,000 into, if I am right, 12% into 1/365, that is equal to 12% into 1/365 എന്ന് പറയുന്നത് 3,35,000 into 12% divided by 365, that is equal to 110 rupees, 110.14. ഓക്കെ, 110.14. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, ഓക്കെ, നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബാലൻസ് ഓഫ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടിയത് ഡെബിറ്റ് സൈഡ് ആണ്. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഡെബിറ്റ് ബാലൻസ് ആവുള്ളൂ, സോറി ക്രെഡിറ്റ് ബാലൻസ് ആവുള്ളൂ. കാരണം ബാലൻസ് എവിടെ കിട്ടുന്നത്? ഡെബിറ്റ് സൈഡ്, ശരിയല്ലേ? ബാലൻസ് എവിടെ കിട്ടുന്നത്? ഡെബിറ്റ് സൈഡിലാണ് കിട്ടുന്നത്. അങ്ങനെ മനസ്സിലാക്കണം, ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ഇൻട്രസ്റ്റിന് ഉണ്ടെങ്കിൽ ആ 0 അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യുമ്പോൾ ജേർണൽ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു പാർട്ടി, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ഡെപ്റ്റർ. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ബൈ ഇൻട്രസ്റ്റ്. ഓക്കെ, ബൈ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റ് ചെയ്യണം. മക്കളെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബാലൻസ് ഓഫ് പ്രൊഡക്റ്റ് 3,35,000 കിട്ടി. നമ്മൾ എന്ത് ചെയ്തു? 110.14 നമുക്ക് എന്ത് കിട്ടി? ഇൻട്രസ്റ്റ് കിട്ടി. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്നും ഒന്നും കൂടി മനസ്സിലാക്കാനുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, അടുത്ത നമ്മൾ പാസ് ചെയ്യേണ്ടത് ഇൻട്രസ്റ്റിന്റെ ജേർണൽ എൻട്രി ആണ്. ഓക്കെ, ഇൻട്രസ്റ്റ് സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യല്? ക്രെഡിറ്റ് ബാലൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെബിറ്റ് ചെയ്യും. എന്നിട്ട് ഡെബിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? പാർട്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇങ്ങനെ ചെയ്യല്. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സാർ എന്തുകൊണ്ട്? മക്കളെ ശ്രദ്ധിക്കാവരും. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തത് ഡ്യൂ ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരാം, അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ഡേറ്റ് വരാം. ഇത് അതല്ല ചെയ്യുന്നത്. ഇത് അതിന്റെ ബാക്കിയുള്ള പീരീഡാണ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ള പീരീഡ് തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഉൾട്ടയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒറിജിനൽ ഇൻട്രസ്റ്റ് അല്ല കണ്ടുപിടിക്കുന്നത്, അതിന് ഉൾട്ടയാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എവിടെയാണോ നിങ്ങൾക്ക് ബാലൻസ് ഓഫ് പ്രൊഡക്റ്റ് കിട്ടിയത് ആ സൈഡിൽ തന്നെ പോസ്റ്റ് ചെയ്താൽ മതി. മക്കളെ പറയുന്ന മനസ്സിലാകുന്നില്ല? ബാലൻസ് ഓഫ് പ്രൊഡക്റ്റ് ഏത് സൈഡിലാണോ കിട്ടുന്നത് അവിടെ തന്നെ പോസ്റ്റ് ചെയ്താൽ മതി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഉൾട്ടയാണ് ചെയ്യേണ്ടത് നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്. കാരണം ഇൻട്രസ്റ്റ് നിങ്ങൾ നോക്കിയാട്ടെ, ഫോർ എക്സാമ്പിൾ 1st January 2019 നമ്മൾ ഇയർ സ്റ്റാർട്ട് ചെയ്തു. 1st Julyക്ക് ഒരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, 31st December നമ്മൾ ആ സെറ്റിൽമെന്റ് നടക്കുന്നുണ്ട്. ഇതാണ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ട പീരീഡ്. നിങ്ങൾ ഈ പീരീഡ് കണ്ടുപിടിക്കുന്നതിന് പകരം ഈ പീരീഡിലെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് പകരം ഈ പീരീഡിലല്ലേ കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് അത് ഉൾട്ടയല്ല മക്കളെ. പറയുന്ന മനസ്സിലാകുന്നുണ്ട്? എപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സാധാരണ രീതിയിൽ നമ്മൾ ഇൻട്രസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇൻട്രസ്റ്റ് കറക്റ്റ് ടൈമിലുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ജേർണലിൽ എന്താ പറയാ? ഇൻട്രസ്റ്റിന്റെ ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ്, ഡെബിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് ബാലൻസ്. അങ്ങനെ കിട്ടുമ്പോൾ ശ്രദ്ധിക്കുക, സിമ്പിൾ സംഭവം തന്നെയാണ്. ക്രെഡിറ്റ് ബാലൻസ് കിട്ടുന്ന സംഭവമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് 0 ആക്കാൻ ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു പാർട്ടി, ഇങ്ങനല്ലേ ചെയ്യല്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയാട്ടെ, ഇത് ഫോർവേഡ് മെത്തേഡ്. ഓക്കെ, ഇത് ഇപ്പോക്ക് മെത്തേഡ്. നിങ്ങൾ ബോർഡ് കാണുന്നുണ്ട്. ഓക്കെ, ഇത് ഇപ്പോക്ക് മെത്തേഡ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഈ സൈഡിലുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അതായത് ഉൾട്ടയാണ്, ഓപ്പോസിറ്റ് സൈഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ നമുക്ക് എന്താണോ ജേർണൽ എൻട്രി കിട്ടുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ ബാലൻസ് ഓഫ് പ്രൊഡക്റ്റ് കിട്ടുന്നത് അവിടെ തന്നെ ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്താൽ മതി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് റിവേഴ്സലാ കിട്ടിയത്, നമ്മൾ ആക്ച്വൽ എൻട്രിയിലേക്കാ പോവാം. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഓൾറെഡി നമ്മൾ ആക്ച്വൽ എൻട്രിയിലാ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ റിവേഴ്സലാ ചെയ്യുന്നത്. ഓക്കെ, ഇൻ സിമ്പിൾ ടേംസ് കൂടുതൽ ഡൗട്ട്സ് ഒന്നും വേണ്ട. മറ്റേത് കറക്റ്റ് കൺസെപ്റ്റ്. ഓക്കെ, കറക്റ്റ് കൺസെപ്റ്റ് നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്ത് കറക്റ്റ് ജേർണൽ എൻട്രി പറയുന്നത് അങ്ങനെ മൂവ് ചെയ്യും. ഇത് ഓപ്പോസിറ്റ് മെത്തേഡാണ്. ഓപ്പോസിറ്റ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഓക്കെ, നമുക്ക് ബാലൻസ് ഓഫ് പ്രോഡക്റ്റ് ഏത് സൈഡിലാണോ കിട്ടുന്നത് ആ സൈഡിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാണിക്കേണ്ടത്. ഓക്കെ, ബാലൻസ് ഓഫ് പ്രോഡക്റ്റ് എഴുതാം. 30th January ടു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം? എത്ര എമൗണ്ട് കാണിക്കേണ്ടത്? 110.14. ഓക്കെ, 110.14 കിട്ടും. നിങ്ങൾ ജസ്റ്റ് അതിനുശേഷം എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുമ്പോൾ 15,110.14 കിട്ടും. 15,110.14 കിട്ടും. സെയിം ഡേറ്റിന് ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുമ്പോൾ 15,110.14 മൈനസ് 8,000 ഇസ് ഈക്വൽ ടു 7,110.14. ഓക്കെ, ഇതാണ് സംഭവം.
സർ ഇനി നമ്മള് ഇപ്പോക് മെത്തേഡ് ചെയ്ത് ഫോർവേഡ് മെത്തേഡ് ചെയ്ത് സെയിം ആൻസർ ആണോ കിട്ടുക? സെയിം ആൻസർ കിട്ടും മക്കളെ. സർ അതെങ്ങനെ കിട്ടാം? അത് കിട്ടും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ശരിക്കും പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഡ്യൂ ഡേറ്റ് മുതൽ സെറ്റിൽമെന്റ് ഡേറ്റ് വരെ. നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു പെർമിറ്റേഷൻ കോമ്പിനേഷൻ അതേപോലെ നമ്മൾ എന്ത് ചെയ്തു ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നതാണ്. അതായത് ആ സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അവിടെ ഓഫ്സെറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ റിസൾട്ട് കറക്റ്റ് ആയിരിക്കും. അത് ഓൾറെഡി ഞാൻ പ്രൂവ്ഡ് ആണ്. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ.